RRB ഗ്രൂപ്പ് ഡി CBT റിസൾട്ട് വന്നതാ എല്ലാവരും DVക്കായി PETക്കായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക സോണുകളിലും PETക്കായിട്ടുള്ള ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് PET DV മെഡിക്കലിന് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് എൻട്രിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമസ്കാരം, ഞാൻ ശ്യാം ശങ്കർ. ഏവർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ RRB ഗ്രൂപ്പ് ഡി അല്ലെ, RRB ഗ്രൂപ്പ് ഡിയുടെ PETക്കുള്ള ഡേറ്റ് വന്നിരിക്കുകയാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനുള്ള ഡേറ്റ് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് വരും? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അത് കഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ. അപ്പോൾ ആ ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി നമുക്കറിയാം 4 സ്റ്റെപ്പ് പ്രോസസ് ആണ് അല്ലെ. അപ്പോൾ 4 സ്റ്റെപ്പ് പ്രോസസ്സിൽ ആദ്യം ഏറ്റവും ഡിസിസീവ് ആയിട്ട് വരുന്നത് CBT ആണ്. സിംഗിൾ സ്റ്റേജ് നമ്മുടെ എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് വരുന്നത്. അതിൽ ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ, ആസ്പിറൻസിന് മാത്രമേ ഈ ബാക്കിയുള്ള സ്റ്റേജസിലേക്ക് കടക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതായത് PET ആണെങ്കിലും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും. മെഡിക്കലും PETയും അതുപോലെ തന്നെ DVയും ആദ്യമേ ഒരു കാര്യം ഉദ്യോഗാർത്ഥികൾ ഓർത്തു വെക്കുക, ഇത് ക്വാളിഫയിങ് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ CBTയിൽ നേടിയതുപോലെ അത്രയും ഡിസിസീവ് ആയിട്ട് വരുന്നില്ല. ഇവിടെ നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി, അല്ലാതെ ഇത് നമ്മുടെ റാങ്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റിലേക്കോ കാര്യമായിട്ട് ഡിസൈഡിങ് ആയിട്ടൊരു ഫാക്ടർ ആയിട്ട് വരുന്നില്ല. നമ്മുടെ മാർക്ക് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് തലപോയിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക, PETക്ക് പോകുന്ന സമയത്ത് ആദ്യം തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളുടെ മൈൻഡിലേക്ക് വരേണ്ടത്. എന്താണ് PET? ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക ക്ഷമത എന്ന് പറയുന്നത് പരിശോധിക്കാനുള്ള ഒരു വേദി മാത്രമാണ്. ഈ പറയുന്ന ടെസ്റ്റിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. കാരണം 1 കിലോമീറ്റർ ഓടുക, അതിനോടൊപ്പം തന്നെ 100 മീറ്റർ 35 കിലോഗ്രാം ഭാരം ഏറിയിട്ട് നടക്കുക എന്നുപോലെയുള്ള കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പറയാതെ തന്നെ കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. അപ്പൊ PETക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ആരൊക്കെ PETക്ക് വരും? അത് ജനറലി അറിയുന്ന ഒരു കാര്യമാണ്. കാരണം CBT ക്വാളിഫൈ ചെയ്തു വരുന്ന ഒരാൾക്ക് മാത്രമേ PETയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ കൈവശമുണ്ട്. കാരണം നമ്മൾ എന്താണ്, ഒരു വലിയ കടമ്പ കടന്നാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എന്താണ്, വളരെ ടെൻഷനുള്ള ആളുകളാണെങ്കിൽ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ കടന്നിരിക്കുന്നത് വലിയൊരു കടമ്പയാണ്. CBT എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ PET ഉണ്ട്. PET കഴിഞ്ഞാൽ ഉടനെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മളെ ഇപ്പോഴും ടെൻഷൻ ആക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിട്ടേക്കാം. അപ്പോൾ PWD എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്കായിട്ട് കൃത്യമായിട്ട് പറയുന്നു, നമ്മൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 40% അടുത്തുള്ള ഈ പറയുന്ന അതിൽ കൂടുതലുള്ള ഡിസേബിലിറ്റി ആയിട്ടുള്ള ആളുകൾക്ക്, ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഇവിടെ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഈ പറയുന്ന PETക്ക് ബാധകമല്ല. അവർക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ആർക്കാണ് ഇളവ് ഉള്ളത് എന്ന് ചോദിച്ച് താഴെ കമന്റ് ചെയ്യാൻ വരണ്ട. അതിന് മുമ്പേ പറയുന്നുണ്ട്, PWD എന്ന് പറയുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊരു എക്സംഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പറയുകയാണ്, ക്വാളിഫയിങ് നേച്ചർ ആണ് PET എന്ന് പറയുന്നത്. അത് മാത്രം, ഇത് വെറുതെ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഇത് ഡിസിസീവ് ആയിട്ട് വരുന്നില്ല. നമ്മൾ ഇത് ക്വാളിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ എക്സംഷൻസ് ഫീമെയിലിനും അതുപോലെ തന്നെ മെയിലിനും മറ്റെന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവർക്ക് രണ്ടുപേർക്കും ഇത് ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഇനി ആ ക്രൈറ്റീരിയയിലേക്ക് വരുമ്പോൾ എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ പരിശോധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഒരു 100 മീറ്റർ ഓടുക, അതും ഒരു ഭാരം ചുമലിലേറിയിട്ട് ഓടുക. ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞാൽ പിന്നെ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് ഓടി തീർക്കുക. ഈ 2 കടമ്പകളാണ് നമ്മുടെ മുൻപിലുള്ളത്, ഫിസിക്കൽ എഫിഷ്യൻസി. ഇതിൽ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർത്തു വെക്കേണ്ടത്, ഏതെങ്കിലും ഒന്ന് എന്നുള്ള രീതിയിൽ എയ്തർ വൺ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ബോത്ത് ആർ മാൻഡേറ്ററി. രണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പൊ പുരുഷന്മാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് 1 കിലോമീറ്റർ ഓടേണ്ടത് സമയം എന്ന് പറയുന്നത് 4 മിനിറ്റ് 15 സെക്കൻഡ് ആണ്. 4 മിനിറ്റ് 15 സെക്കൻഡ് സമയം കൊണ്ട് 1 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം? ഓടി തീർക്കണം. ആ 1 കിലോമീറ്റർ എന്ന് പറയുന്നതിൽ 1 മീറ്റർ പോലും അവർ കോംപ്രമൈസ് ചെയ്യില്ല. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ 1 കിലോമീറ്റർ ഓടി തീർക്കണം. ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഓടി തീർക്കണം. നമ്മുടെ കൈകളിൽ വാച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ ഒരു ചിപ്പ് മാത്രമായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടാവുക.
ബാക്കിയുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പീഡിൽ അത് ഓടി തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി 100 മീറ്റർ ഓടി തീർക്കേണ്ടത് നമ്മുടെ ഭാരം ചുമലിലേറിയിട്ട് ഒറ്റ അറ്റംപ്റ്റിൽ 2 മിനിറ്റിനുള്ളിലാണ് പുരുഷന്മാർ അത് ക്വാളിഫൈ ചെയ്യേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായല്ലോ, 100 മീറ്റർ 35 കിലോ ഭാരമാണ് തൂക്കാനുള്ളത്. അത് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതും സിംഗിൾ അറ്റംപ്റ്റ് ആണ്. ആ വര കടന്നു കഴിഞ്ഞാൽ പിന്നെ കോംപ്രമൈസ് ഇല്ല. ഇപ്പോഴേ ഒരു കാര്യം വ്യക്തമായിട്ട് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക, ഓവർ ക്രൗഡഡ് ആയിട്ട് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടാവും. അവിടെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അവർ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ്, നമ്മൾ സ്പീഡിൽ എത്താൻ പറ്റില്ലേ, അങ്ങനെയുള്ളൊരു കാര്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ ഈ വര കടക്കുന്നത്, ഈ വര കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്റ്റീവ് ആണ്, നമ്മുടെ ചിപ്പ് ആക്റ്റീവ് ആണ്. അത് കംപ്ലീറ്റ്, ആ 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ ടൈം അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. നമ്മളുടെ ടൈം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പേടിക്കേണ്ട. കുറെ പേര് കൂടെ ഉള്ളവർ ഓടി എന്ന് കരുതി നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ വര കടക്കുന്നത് മുതൽ ഈ വര 100 മീറ്ററിന്റെ ആ വര കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ഈ പറയുന്ന 100 മീറ്റർ 2 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. ഇത് മാത്രമാണ് നമ്മളുടെ ഈ പറയുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഇളവൊന്നുമില്ല, 2 മിനിറ്റ് ആണ് സമയം. ഒരു സിംഗിൾ അറ്റംപ്റ്റിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി വനിതകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഈ ഇതേ 100 മീറ്റർ തന്നെയാണ് അവരും 35 കിലോഗ്രാം ഇല്ല, ഇവിടെ 20 കിലോഗ്രാം അവര് ഭാരം ചുമന്നാൽ മതി. 20 കിലോഗ്രാമിന്റെ ഒരു ഇതായിരിക്കും, സാൻഡ് ബാഗ് ആയിരിക്കും വെക്കുന്നുണ്ടാവുക. അത് വെച്ച് നമ്മൾ 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്യണം. സമയം ഇതേ 2 മിനിറ്റ് ആണ്. അപ്പൊ ഇവിടെ പുരുഷന്മാരുടെക്ക് 35 കിലോഗ്രാം ആണ്, വനിതകളിലേക്കും ട്രാൻസ്ജെൻഡേഴ്സിൽ വരുന്ന സമയത്ത് 20 കിലോഗ്രാം ആണ് ഉണ്ടാവുക. ഒരു ഈ പറയുന്ന 2 മിനിറ്റ് സിംഗിൾ അറ്റംപ്റ്റ് തന്നെയാണ്, വിടാൻ പാടില്ല. വര കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് താഴെ വീഴാനായിട്ട് പാടില്ല. ഇതൊരു കാര്യം വ്യക്തമായിട്ട് ഓർത്ത് വെക്കുക. ഇനി അവർക്ക് 1000 മീറ്റർ ഓടേണ്ടത് എന്താണ്, 5 മിനിറ്റ് 40 സെക്കൻഡ് സമയം കൊണ്ടാണ്. 5 മിനിറ്റ് 40 സെക്കൻഡ് സമയം കൊണ്ടാണ് അവരിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് അവരത് ഓടി തീർക്കണം. ഇനി വനിതകളുടെ കാര്യത്തിലാണെങ്കിൽ 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കണം. ഇതാണ് ഒരു എഫിഷ്യൻസി ടെസ്റ്റ് അവിടെ ചെയ്യുന്നത്. ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഒറ്റ അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ വര കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീ അറ്റംപ്റ്റ് ഇല്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിന്നിട്ട് സോൾട്ട് ആൻഡ് പേപ്പറിൽ ശ്വേതാ മേനോൻ പറഞ്ഞ പോലെ ഒരു ചാൻസ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഒറ്റ അറ്റംപ്റ്റേ ഉള്ളൂ. ആ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാം. നിങ്ങൾ വളരെ കംഫർട്ട് ആയതിനു ശേഷം മാത്രം ഓടി തുടങ്ങിയാൽ മതി. കൂടെ ഉള്ളവർ ഓടി എന്ന് കരുതി നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴാണോ ഓടാൻ ആ വര കടക്കുന്നത് അപ്പോഴാണ് ആ സമയത്ത് ആക്റ്റീവ് ആവുന്നത്. അതിനു മുമ്പ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കംഫർട്ട് ആയതിനു ശേഷം മാത്രം നമ്മുടെ പേസ് ആരംഭിക്കുക. അപ്പോൾ ഒറ്റ അറ്റംപ്റ്റേ ഉള്ളൂ. അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ PET കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തെല്ലാമാണ് എന്നാണ് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. PETക്കുള്ള അല്ലെങ്കിൽ പോകാനുള്ള കോൾ ലെറ്റർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പൊ കൊണ്ടുപോകേണ്ട കാര്യത്തിൽ ഉറപ്പായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് PETയുടെ കോൾ ലെറ്റർ നമ്മുടെ കയ്യിലുണ്ടാവണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒറിജിനൽ ID പ്രൂഫും കയ്യിലുണ്ടാവണം. ഇനി നമ്മുടെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് അവരെ ജനറലി അങ്ങനെ പറയുന്നില്ല, എങ്കിലും നമ്മളൊരു സ്പോർട്സ് അറ്റയർ ധരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ചിലപ്പോൾ രാവിലെ 6 മണിക്കായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഓടുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും. നമുക്ക് ക്രൗഡ് അനുസരിച്ചിരിക്കും അവർ തീരുമാനിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇത് RRB ആണ് തീരുമാനിക്കുന്നത്, അതായത് സോണാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സ് അറ്റയർ ധരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബേസിക് ആയിട്ട് നമുക്ക് വെള്ളം, അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക, ഗ്ലൂക്കോസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറായിരിക്കുക. അങ്ങനെ ഒരു കംഫർട്ട് സോൺ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക. നേരത്തെ തന്നെ എത്തി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുക. ഇതാണ് നമുക്ക് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ നമുക്ക് ഒരുപാട് ജീൻസും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ കംഫർട്ടാണ്. അപ്പോൾ അറ്റയർ തീരുമാനിക്കുക. നമ്മൾ കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന കോൾ ലെറ്ററും ഒറിജിനൽ ID പ്രൂഫ് വേണമെങ്കിൽ 1 or 2 കൈവയ്ക്കുക. ഇതാണ് നമുക്ക് PETക്കായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി PETക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിപ്പ് നമ്മളെ ധരിപ്പിക്കും. ഒന്നുകിൽ ഹാൻഡ് ബാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ടോ ഒരു ചിപ്പ് നമ്മളെ ധരിപ്പിക്കുന്നുണ്ടാവും. ആ ചിപ്പ് മാത്രമായിരിക്കും നമ്മുടെ കൈവശം ഉണ്ടാവുക. നമ്മുടെ ഓർണമെന്റ്സോ മറ്റു കാര്യങ്ങളോ എല്ലാം തന്നെ മാറ്റും. നമ്മൾ ഒരു തരത്തിലുള്ള ബെൽറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഈ ചിപ്പ് മാത്രമായിരിക്കും ശരീരത്തിൽ ഉണ്ടാവുക, ഘടിപ്പിച്ചിട്ടുണ്ടാവുക. ആ വര കഴിഞ്ഞു കഴിഞ്ഞാൽ ചിപ്പ് ആക്റ്റീവ് ആവും. നമ്മൾ ഓടി തുടങ്ങി കഴിഞ്ഞാൽ ചിപ്പ് ആക്റ്റീവ് ആവും. ആ ചിപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ ഉറപ്പുവരുത്തുക. അതിനുശേഷം വര കടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചിപ്പ് ആക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് പിന്നെ പോയി കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ഇല്ല. അതുകൊണ്ട് ചിപ്പ് എന്നുള്ളത് രീതിയിൽ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ ഓർമ്മ വേണം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബാഗിന്റെ ഗ്രിപ്പ് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. ഇൻ കേസ് നമ്മൾ ഓടി തുടങ്ങിയതിന് ശേഷം അത് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ അറ്റംപ്റ്റ് കംപ്ലീറ്റ് ആണ്, നമ്മൾ റിജക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 2 കാര്യങ്ങളും തീർച്ചയായിട്ടും നോട്ട് ചെയ്യുക. ഈ ഗ്രിപ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിപ്പിന്റെ ആ ഒരു ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോൾഡിംഗ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻറ്റ്. ചിപ്പ് കറക്റ്റായിട്ട് ഹോൾഡിംഗ് ഓക്കെ അല്ലേ എന്നെല്ലാം കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രം നമ്മൾ ഓടി തുടങ്ങിയാൽ മതി. അപ്പോൾ PETക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ ആവേശം കാണിക്കരുത്. ഓക്കെ, നിങ്ങളുടെ കംഫർട്ടാണ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഓടാം കാര്യങ്ങൾ. പക്ഷേ ത്രൂ ഔട്ട് നമുക്ക് 1 കിലോമീറ്റർ ഒക്കെ ഓടി തീർക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രോബബ്ലി 400 മീറ്ററിന്റെ ഒരു ഗ്രൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2 റൗണ്ടും 2.5 റൗണ്ട് ആയിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്പീഡിൽ ദിലീപേട്ടൻ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ ലാസ്റ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാം, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ സമയം ആരും ചിപ്പ് മാത്രമാണ് നോക്കുന്നത്, അല്ലാതെ നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്യുന്നുണ്ടോ എപ്പോൾ ഫിനിഷ് ചെയ്യുന്നുള്ളൊന്നും ആരും നോക്കുന്നില്ല. നമ്മൾ കൂടെ ഓടുന്ന ആളുകളെയും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഈ പറയുന്ന 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് പുരുഷന്മാരും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ പറയുന്ന വനിതകളും കംപ്ലീറ്റ് ചെയ്യാന്ന് മാത്രമാണ് ചിന്തിക്കുക. ബാക്കിയുള്ള ഒരു കാര്യവും വേണ്ട, അമിതമായിട്ടുള്ള സ്പീഡിലും വേണ്ട. നിങ്ങൾക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഒരു കാര്യം വ്യക്തമായിട്ട് ഇപ്പൊ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക. ഈ വീഡിയോ കാണുന്ന സമയത്ത് ഉറപ്പുവരുത്തുക, നമ്മൾ ആ ക്യാരി ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മൾ തന്നെയാണ് എടുത്ത് തോളിൽ വെക്കേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ഒന്നുകൂടി കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം അതൊക്കെ അവിടെ എത്തിപ്പോയിട്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ടെൻഷനായിട്ട് താഴെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ PETക്ക് ആകെ 2 കാര്യമേ നമ്മുടെ മുൻപിലുള്ളൂ. ഒന്ന്, ഒരു കിലോമീറ്റർ ഓടി തീർക്കണം. 2, ഈ പറയുന്ന 35 കിലോഗ്രാം അല്ലെങ്കിൽ 20 കിലോഗ്രാം എന്ന് പറയുന്ന തോളിലേറിയിട്ട് 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്യണം. ആ കൃത്യമായിട്ട് എടുത്തു വയ്ക്കുകയും ക്യാരി ചെയ്യുന്നതിൻ്റെയും ഒരു പൊസിഷൻ കറക്റ്റ് ആക്കി വെക്കുക. ഈ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കോൾ ലെറ്റർ വേണം, നമ്മുടെ കയ്യിൽ ഒറിജിനൽ ID പ്രൂഫ് വേണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തനിയെ ഇങ്ങ് പോന്നോളും. അപ്പൊ ഇനി പേടിക്കണ്ട, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉള്ളൂ. ഇനി നമുക്ക് DVയിലേക്ക് കിടക്കുന്ന സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അടുത്ത സ്റ്റേജ് ആണ്. ആ ഉദ്യോഗാർത്ഥികൾ കൂടി എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചു വെച്ചേക്കുക. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്തെല്ലാം കൊണ്ടുപോകണം, പല ആളുകൾക്കുള്ള സംശയമാണ്. അപ്പോൾ നിരന്തരം എൻട്രിയെ സമീപിച്ച ആളുകൾക്ക് മുമ്പിൽ നമ്മളൊരു വീഡിയോ അവതരിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ കൊണ്ടുപോകേണ്ടത് നമ്മളുടെ കോൾ ലെറ്ററിനോടൊപ്പം തന്നെ ഗവൺമെന്റ് ID പ്രൂഫ് കൊണ്ടുപോകണം. ആധാർ, പാൻ കാർഡ്, വോട്ടർ ID തുടങ്ങിയിട്ടുള്ള നമ്മുടെ വോട്ടേഴ്സ് ID നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അതിനോടൊപ്പം നമ്മൾ 10th ആണല്ലോ ഗ്രൂപ്പ് ഡിക്കുള്ള ഈ പറയുന്ന കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 10th ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കൈവശം ഉണ്ടായിരിക്കണം. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കും. ഇനി ടെക്നിക്കലായിട്ട് വരുന്ന നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള IT പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ITI NAC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൈവെക്കണം. ഇനിയാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലേക്ക് വരുന്നത്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC ST സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളുണ്ട്. അത് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് വാലിഡ് ആണ് ഉറപ്പുവരുത്തണം. നമ്മളുടെ ഈ പറയുന്ന ടൈമിനകത്ത് അതിന്റെ വാലിഡിറ്റി ഉറപ്പുവരുത്തണം. സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവരുത്. ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടാവണം. പിന്നെ റീസെന്റ് ആയിട്ട് എടുത്ത നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് കയ്യിൽ വേണം. വേണമെങ്കിൽ ഒരു ഹാഫ് ഡസൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈവയ്ക്കാം. ചിലപ്പോൾ ഇൻ കേസ് അവിടെ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനോടൊപ്പം തന്നെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ നമ്മൾ ആധാറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആക്റ്റീവ് അല്ലേ എന്ന് പ്രൂവ് ചെയ്യണം. അത് തീർച്ചയായിട്ടും ആയിരിക്കും. ഇൻ കേസ് ഇനി എങ്ങനെയും ഓഫ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തന്നെ ആധാറിന്റെ വെബ്സൈറ്റിൽ സന്ദർശിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓൺ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പറയേണ്ടത്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, ITI സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഫോട്ടോ ID ആൻഡ് ഫോട്ടോഗ്രാഫ്സ്, പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇനി കാറ്റഗറി പറഞ്ഞിട്ടില്ല എങ്കിൽ, ജനറൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണ്ട. ഇനി അതല്ല, കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്, റിലാക്സേഷൻ ആൻഡ് എക്സ് സർവീസ്മെന്റിനുള്ള ആളുകളാണെങ്കിൽ അവർക്കുള്ള ആ ഒരു എക്സ് സർവീസ്മെന്റിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടോ അത്രയും സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കൊണ്ടുപോകണം. ഇതിനൊപ്പം തന്നെ 2 സെറ്റ് കോപ്പി കൂടി കൈവയ്ക്കുകയാണെങ്കിൽ, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കൂടി കൈവയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ആ സമയത്ത് അവിടെ എത്തിയിട്ട് പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരണ്ട. ഇത്രയും കാര്യങ്ങളാണ് DVയുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് വരുന്നത്, കൊണ്ടുപോകേണ്ടത്. ഇനി DV ഔട്ടായി പോകാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? ഓക്കെ, ഇപ്പൊ തന്നെ അറിഞ്ഞിരിക്കുക. സർട്ടിഫിക്കറ്റ് ബ്ലേഡ് ആണെങ്കിൽ കോപ്പി കൊണ്ടുപോയിട്ടുള്ളത് ക്രോപ്ഡ് സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഷുവർ ആയിട്ടും ഔട്ട് ആവും. ഓക്കെ, ഷുവർ ആയിട്ടും നമ്മൾ ഔട്ട് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ വാലിഡിറ്റി പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ അത് ബ്ലേഡ് ആണ് എങ്കിൽ, ഇപ്പൊ നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, തഹസിൽദാരുടെയും സൈൻ ചെയ്ത് വാങ്ങിച്ചത് ബ്ലേഡ് ആണ് എങ്കിൽ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇന്റർനെറ്റ് കോപ്പി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കളർ കോപ്പിയോ എടുത്ത് വെക്കാം. അപ്പൊ ബ്ലേഡ് ആവാതെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ടാമ്പേർഡ് അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇനി റോങ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ആണെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെയും നമ്മൾ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അതിലൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യരുത്. ഇനി സിഗ്നേച്ചർ മിസ്മാച്ച്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഔട്ടായി പോകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അവിടെ എത്തി ആ ഒരു ടെൻഷനകത്ത് സൈൻ ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് തെറ്റിപ്പോകാറുണ്ട്. അപ്പം വ്യക്തമായിട്ട് നോട്ട് ചെയ്തിരിക്കുക കൂട്ടുകാരെ, നമ്മൾ എങ്ങനെയാണോ അപ്ലിക്കേഷന്റെ സമയത്ത് സൈൻ ചെയ്തിട്ടുള്ളത്
പറയുന്നത് അത് ആ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ പേരെഴുതി സൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേര് എഴുതിയിട്ടില്ല എങ്കിൽ എന്താ അത് നമ്മൾ ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ അപ്ലിക്കേഷനിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രൊവൈഡ് ചെയ്തത് കറക്റ്റ് അതേപോലെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യാം. ഇനി അത് മാത്രമല്ല, ഒറിജിനൽസ് എന്തെങ്കിലും നമ്മുടെ കൈവശം ഇല്ല എങ്കിൽ ഉറപ്പാണ് നമ്മൾ റിജക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വ്യക്തമായിട്ട് കൂട്ടുകാർ നോട്ട് ചെയ്യുക. അപ്പോൾ ഒറിജിനൽസ് വേണം. എന്ത് നമ്മൾ അപ്ലിക്കേഷൻ വിൻഡോയിൽ പറഞ്ഞിട്ടുണ്ടോ അത്രയും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് പല ഉദ്യോഗാർത്ഥികളും ഔട്ടായി പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി എൻ്റെ ഉദ്യോഗാർത്ഥികൾ, നമ്മളിത് കേൾക്കുന്ന ഉദ്യോഗാർത്ഥികൾ ദയവായി ശ്രദ്ധിക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഔട്ടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് കടക്കുക. ഇനി ഏറ്റവും നിങ്ങൾക്ക് തരുന്നൊരു ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നേരത്തെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ 2020 എന്ന് പറഞ്ഞ സിനിമ ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. ആ 2020 എന്ന് പറഞ്ഞ സിനിമയിൽ എന്താണ്, നമ്മൾ ദേവനെ ദേവൻ അയച്ച കത്ത്, ഭീഷണി കത്ത് ചോദിക്കുന്ന സമയത്ത് സലീം കുമാർ പറയുന്നത് മലബാർ മത്തിക്കറി ഉണ്ടാക്കുന്ന വിധം എന്നാണ് അല്ലേ. നമ്മൾ അങ്ങനെ പലപ്പോഴും പറ്റാറുണ്ട്. ഞാൻ എടുത്തു വച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് ഹോംവർക്ക് അല്ല നമ്മൾ കൊണ്ടുപോകുന്നത്, നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ഫയലിലുണ്ട് പ്ലസ് ഒന്നോ രണ്ടോ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫോട്ടോ കോപ്പികൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കേട്ടല്ലോ. ഇനി അതിലൊരു കോംപ്രമൈസും ചെയ്യേണ്ട. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പോയാൽ മതി. ഓക്കെ, അവിടെ എത്തിയിട്ട് മാറിപ്പോയി എന്നൊന്നും വീണ്ടും ഉദ്യോഗാർത്ഥികൾ പറയാൻ നിൽക്കേണ്ട. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി അഡീഷണൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. ആപ്ലിക്കബിൾ ആണെങ്കിൽ PWD ആളുകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ ഡിസബിലിറ്റി എത്രയാണോ, 20% ആണോ 30% ആണോ, അത് ഒറിജിനൽ ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസേഴ്സിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൈവച്ചേക്കണം. എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അവരുടെ ഡിസ്ചാർജ് ബുക്ക്, അതേപോലെ തന്നെ പെൻഷൻ ഓർഡർ, സർവീസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ളവ പ്രൊഡ്യൂസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് കൃത്യമായിട്ട് കൊടുക്കണം. ഇനി ചില സ്ഥലങ്ങളിൽ RRB സോൺ കൃത്യമായിട്ട് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നോർത്ത് ഈസ്റ്റേൺ ആണെങ്കിലും അങ്ങനെയാണെങ്കിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെസിഡൻസ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പ്രൂവ് ചെയ്യാനായിട്ട് വേണ്ടിവരും. പിന്നെ അത് NOC വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് എങ്കിൽ NOC പ്രൊഡ്യൂസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നോർമലി നമുക്ക് വേണ്ടത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ID പ്രൂഫും മറ്റു കാര്യങ്ങളാണ് നമുക്ക് നോർമലി വേണ്ടത്. 10th സർട്ടിഫിക്കറ്റ്, നമ്മുടെ ITI സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ID പ്രൂഫ്, ഫോട്ടോഗ്രാഫ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് മതി അത്. പക്ഷെ അഡീഷണലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി വേണം. PWDക്കാർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ ബെഞ്ച് മാർക്ക് തീരുമാനിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വേണം. അതുപോലെ തന്നെ ഡൊമിസൈൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എക്സ് സർവീസ് മെൻ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ് സർവീസ് മെന്നിന്റെ ഡിസ്ചാർജ് ബുക്ക്, പെൻഷൻ ഓർഡർ, സർവീസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ വേണം. അതുപോലെ തന്നെ NOC സർട്ടിഫിക്കറ്റ് ആണ്, നമ്മൾ ഗവൺമെന്റ് എംപ്ലോയി ആണ് എങ്കിൽ നമ്മുടെ NOC സർട്ടിഫിക്കറ്റ് വേണം. അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ആണെങ്കിലും റെയിൽവേ സ്റ്റാഫ് ആണെങ്കിലും പബ്ലിക് അണ്ടർടേക്കിങ്ങിലുള്ള സ്റ്റാഫ് ആണെങ്കിലും നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഫൈനൽ സ്റ്റെപ്പ് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ആർമിക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഈ പറയുന്ന ഒരു റെയിൽവേ എംപ്ലോയിക്ക് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് യെസ് പറയേണ്ടി വരും. കാരണം കാഴ്ചയുടെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് കാഴ്ചയുടെ കാര്യത്തിൽ, വിഷന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, മെഡിക്കൽ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് നമുക്കൊരു റെയിൽവേ ഹോസ്പിറ്റൽ മിക്കവാറും അവിടെ അവർ നോമിനേറ്റ് ചെയ്യും, നമ്മുടെ കോൾ ലെറ്ററിലുണ്ടാവും. അവിടെ എത്തിച്ചേരുക, കൃത്യസമയത്ത് എത്തിച്ചേരുക. അതിന് വേണ്ട ഒരു 24 രൂപയായിരിക്കും മിക്കവാറും. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കണ്ടിട്ടുണ്ട്, കോൾ ലെറ്ററിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ആ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റൽ ചാർജ് എന്നുള്ള രീതിയിൽ 24 രൂപ അടയ്ക്കാനായിട്ട് പറയും. അപ്പോൾ അത് ആദ്യമേ അറിഞ്ഞിരിക്കുക. 24 rupees നമുക്ക് അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും. റെയിൽവേ ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടി വരും. ഇനി ടെസ്റ്റുകൾ മുഴുവൻ കണ്ടക്ട് ചെയ്യുന്നത് അവർ തന്നെയാണ്. നമ്മുടെ എല്ലാ ടെസ്റ്റുകളും, നമ്മുടെ വിഷൻ, നമ്മുടെ ഹിയറിംഗ്, ഓവറോൾ ഹെൽത്ത്, ഫിസിക്കൽ കാപ്പബിലിറ്റീസ് എല്ലാം തന്നെ പരിശോധിക്കുന്നതായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഷൻ തന്നെയാണ്. ഓക്കെ, വിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പല സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട് പല പോസ്റ്റുകൾക്കും. A2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്, A3 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, B1 B2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്, C1 C2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറികൾക്ക് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഉണ്ടാവണം. A2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 6/9 എന്ന് പറയുന്നത് വിത്തൗട്ട് ഗ്ലാസസ് ഉണ്ടായിരിക്കണം, വിഷൻ റിക്വയർമെന്റ്. പിന്നെ അത് മാത്രമല്ല കളർ, ബൈനാക്കുലർ, നൈറ്റ്, മയോപിക് വിഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, ഇനി A3 ആണുണ്ടെങ്കിൽ 6/9 വിത്തൗട്ട് ഗ്ലാസസ് ആണ്, അത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. B1 കാറ്റഗറി ആണെങ്കിൽ 6/9, 6/12 വിത്തൗട്ട് ഗ്ലാസസ് ആണ്.
C1 ആണെങ്കിൽ 6/12 ഓർ ലോവർ എന്നാണ്. എന്താണ് ഈ 6/6 എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 6/9 എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഓഫ്താൽമോളജിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കാഴ്ചയുടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീനിൽ നോക്കിയിട്ട് നമ്മൾ വായിക്കാനായിട്ട് പറയും അല്ലെ. ഏറ്റവും അവസാനത്തെ വരി നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് 6/5 ആണ് നമ്മുടെ വിഷൻ. നമ്മൾ അത്രയും കറക്റ്റ് ആണ്, ഷാർപ്പാണ് നമ്മുടെ വിഷൻ എന്ന് പറയാം. ഇനി നമുക്ക് തൊട്ട് മുകളിലുള്ള കാര്യം കാണുകയാണെങ്കിൽ 6/6 എന്നാ പറയാം. നോർമലി നമ്മൾ സ്റ്റേഷൻ മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകൾക്കൊക്കെ 6/6 വേണമെന്ന് പറയും. ഓക്കെ, ഇനി 6/9 ആണ് വേണമെങ്കിൽ ദാ ഈ വരിയാണ്, അതായത് A2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന് ദാ ഈ വരി നമുക്ക് വായിക്കാനായിട്ട് പറ്റണം. കൃത്യമായിട്ട് വിത്തൗട്ട് ഗ്ലാസസ് നമുക്ക് വായിക്കാൻ പറ്റണം. ഇനി A3 ആണ് എന്നുണ്ടെങ്കിൽ ഗ്ലാസോട് കൂടി അല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടായിട്ടോ നമുക്ക് ഈ 6/9 വായിക്കാൻ പറ്റണം. C1, C2, B1, B2 ഒക്കെ ആണെങ്കിൽ ദാ ഇതുകൊണ്ട് മുകളിലോട്ട് വായിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇതാണ് 6/9, 6/12, 6/18 തൊട്ട് 6/60 വരെ ഉണ്ട്. ഈ ഒരു ഇത് കറക്റ്റ് ആയിട്ട് അവർ പരിശോധിക്കുന്നതായിരിക്കും. നമ്മുടെ ഡാർക്ക് വിഷൻ, നമ്മുടെ നൈറ്റ് വിഷൻ, ബൈനോക്കുലർ വിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ പരിശോധിക്കും. വിഷന്റെ കാര്യത്തിൽ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇന്ത്യൻ റെയിൽവേ വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഈ പല പോസ്റ്റുകൾക്കും ഗേറ്റ്മാൻ, ട്രാക്ക് കീപ്പർ, ട്രാക്ക്മാൻ, ഗേറ്റ് കീപ്പർ തുടങ്ങിയിട്ടുള്ള പല പോസ്റ്റുകളുണ്ട്. അവർക്കൊക്കെ വിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത്. അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരു മെഡിക്കൽ ഐ ചെക്കപ്പ് നടത്തിയതിനു ശേഷം പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ എക്സാമിനേഷന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? ചെറിയ സിമ്പിൾ ആണ് കാര്യങ്ങൾ. നമ്മുടെ കോൾ ലെറ്റർ കയ്യിൽ ഉണ്ടാവണം. നമ്മൾ മെഡിക്കൽ പോകുന്ന സമയത്തുള്ള കോൾ ലെറ്റർ നമ്മുടെ കൈവശം വേണം. നമ്മുടെ DV കഴിഞ്ഞതിനുള്ള അക്നോളജ്മെന്റ് നമ്മുടെ കൈവശം തരും അവർ, അത് കൈവയ്ക്കണം. പിന്നെ ഒറിജിനൽ ഫോട്ടോ ഐ ഡി ഉണ്ടാവണം. ഈ മെഡിക്കൽ നമ്മുടെ അക്നോളജ്മെന്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രീവിയസ് നമ്മളെ മുമ്പ് പരിശോധിച്ച് വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആ വല്ല മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് കൈവശം വെച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ 24 രൂപ കൈവശം വെക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം മതി നമുക്ക് മെഡിക്കലിന് പോകുന്ന സമയത്ത്. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, മെഡിക്കൽ പോകുന്ന സമയത്ത് അതിനുള്ള കോൾ ലെറ്റേഴ്സ് വേണം. ആ കോൾ ലെറ്റർ കൃത്യമായിട്ട് നമ്മുടെ കൈവശം വേണം. അതിനോടൊപ്പം തന്നെ DVയുടെയും CBTയുടെയും ഇതൊക്കെ കോൾ ലെറ്റേഴ്സ് കൂടി വേണം കേട്ടോ, അതൊന്നും ഓർത്ത് വെക്കണേ. ഇനി പിന്നെ ഒറിജിനൽ ഫോട്ടോ ID വേണം തീർച്ചയായിട്ടും. ആധാർ, പിന്നെ അതുപോലെ പാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ DVയുടെ അക്നോളജ്മെന്റ്, DV ആ സമയത്ത് കഴിഞ്ഞതിന് ശേഷം DV നമ്മൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ള രീതിയിൽ ഒരു അക്നോളജ്മെന്റ് നമുക്ക് തരും. അത് നമ്മുടെ കൈവശം വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുൻപ് ഹോസ്പിറ്റലിൽ പരിശോധിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റും നമ്മൾ അവിടെ ഓക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ പറയും. പിന്നെ ആ 24 രൂപ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എന്ത് വേണ്ടത്, നമുക്ക് മെഡിക്കലിന് പോകുന്ന സമയത്ത് വേണ്ടത്. ഇനി മെഡിക്കലിന് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഉള്ള കാര്യത്തിൽ ആദ്യമേ ഒരു കാര്യം വ്യക്തമാക്കുക. ലേസിക് സർജറി ചെയ്തിട്ടുള്ള ആളുകൾക്ക് A2, A3 സ്റ്റാൻഡേർഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എക്സാം എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ലേസിക് സർജറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേസിക് സർജറി ചെയ്ത ആളുകളെ പ്രൊഹിബിറ്റ് ചെയ്യും, അത് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനി എക്സാമിന് പോകുന്ന സമയത്ത് മെഡിക്കൽ ചെയ്യുന്ന സമയത്ത് ഒരു 8 to 10 hours മുമ്പ് തന്നെ ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷന് പോകുന്നതിന് മുൻപ് തലേദിവസം രാത്രി നല്ല ഫുഡൊക്കെ കഴിച്ച് നേരത്തെ തന്നെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മെഡിക്കൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രിപ്പറേഷൻ പോകുന്നതിന് മുമ്പ്, മെഡിക്കലിന് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയെല്ലാമാണ്. ഒരു പ്രീ എക്സാം ചെക്കപ്പ് ചെയ്യുക, കണ്ണ് എന്ത് ചെയ്യുക, പരിശോധിക്കുക. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം വെക്കുക. പോകുന്ന സമയത്ത് അത് കൈവയ്ക്കുക. ഞാൻ എക്സാമിന് മുമ്പ് ഇത് ചെയ്തിരുന്നു, എൻ്റെ കണ്ണ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ ഒരു മെഡിക്കലിൽ എന്തെങ്കിലും മറ്റ് കാണിച്ചാലും നമുക്കിത് കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ റീ മെഡിക്കലിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അതിനൊപ്പം തന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുക. നമ്മൾ ഇയർ വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഇൻഫെക്ഷൻ പോലെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കുരു അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ പോയിട്ട് ബുദ്ധിമുട്ടില്ല. ഇതാണ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ റെഡി ആയിട്ട് വയ്ക്കുക. അപ്പോൾ മെഡിക്കൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡിയുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫൈനലി ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട കൃത്യമായിട്ട് പറയുന്നു. കയ്യിൽ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് കൈവയ്ക്കുക. 2 അറ്റസ്റ്റഡ് കോപ്പീസും, 2 ഈ പറയുന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണെങ്കിലും മെഡിക്കലിനാണെങ്കിലും പോകുന്ന സമയത്ത് കൈവയ്ക്കുക. നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് അറ്റയർ ധരിക്കുക. ബെയർ ഫൂട്ടിൽ ഓടാതെ ഷൂസ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക PETക്ക്.
പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് ഒരു 1 or 2 ഡേയ്സിനുള്ള ഒരു സ്റ്റേക്ക് അറേഞ്ച് ചെയ്ത് പോവുക. കാരണം ഹറി ബറി ആയിട്ട് പോകരുത്. രാവിലെ മെഡിക്കൽ ആണെങ്കിൽ ആ സമയത്ത് രാവിലെ പോയിട്ട് അവിടെ എത്തുന്ന രീതിയിൽ ട്രെയിനിലൊന്നും പോകരുത്, കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം. ഇനി ചെയ്യാൻ പാടില്ലത് ലേസിക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. A2 A3 സ്റ്റാൻഡേർഡ് പറ്റില്ല. ഇനി നമ്മൾ മറ്റേ PETക്ക് പോകുന്ന സമയത്ത് ചിപ്പ് ടാമ്പർ ചെയ്യാനായിട്ട് പാടില്ല. ചിപ്പിനെ കുറിച്ച് വളരെ ശ്രദ്ധിച്ചിരിക്കണം. അവിടെ ചിപ്പിൽ പിടിച്ച് ഇളകോ പിടിക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ പഴയ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വേണ്ട. പുതിയ സർട്ടിഫിക്കറ്റ്, വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കൈവശം വെക്കണം. പിന്നെ അതുപോലെ തന്നെ സാൻഡ് ബാഗ് താഴെ പോകരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുക. ശ്രദ്ധിക്കുക. നമ്മളുടെ DVയും PETയും മെഡിക്കലും നമ്മൾ കഴിഞ്ഞ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കയ്യിലേക്ക് വരും. അപ്പോൾ പ്രിയപ്പെട്ട RRB ഉദ്യോഗാർത്ഥികളെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി പേടിക്കേണ്ട കാര്യങ്ങളില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. വീണ്ടും വീണ്ടും പറയുന്നു, ഇനിയും പല ആളുകൾക്കും ടെൻഷനുണ്ട്. ഒരിക്കലും പേടിക്കേണ്ട. കാരണം വലിയൊരു കടമ്പ കഴിഞ്ഞാണ് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. വി ഹാവ് ട്രാവൽഡ് എ ലോങ് ജേർണി. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെന്റ് കൈകളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട്, വളരെ പ്ലസന്റ് ആയിട്ടിരിക്കുക. RRBക്ക് പ്രിപ്പയർ പോകുന്ന DVക്കോ PETക്കോ പോകുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിട വാങ്ങുന്നു. RRB ഉദ്യോഗാർത്ഥികൾക്ക്, ആസ്പിറൻസിന് വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.